ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് സ്മിട്ടനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ സ്മിട്ടനിൽ നിന്നൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ഒന്നും അങ്ങോട്ട് ഓർഡർ വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഓരോ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലൊരു കുഞ്ഞ് ബോക്സിലാണ് സാധനം വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ ബോക്സ് ഇതേപോലെ ചളുങ്ങിയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പൊട്ടിച്ചു, ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ മൊത്തം 7 സാധനങ്ങളാണ് വാങ്ങിച്ചത്. അതിൽ നമുക്കത് ആദ്യം തന്നെ ഈ പൗഡറിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ പൗഡർ കേട്ടോ. ഇത് ബയോ ഓർഗാനിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. നമുക്ക് എന്തായാലും വീട്ടിൽ എത്രയൊക്കെ റോസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആരും ഇപ്പം മെനക്കെട്ട് ഇങ്ങനെ പൂവൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഇങ്ങനെ പൊടിക്കാനും ഉണക്കാനും ഒന്നും നിൽക്കത്തില്ല. ഭയങ്കര മടിയുള്ള പരിപാടിയല്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെയും കുഴപ്പമില്ല. ഇങ്ങനത്തെ സാധനത്തിനൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതല്ലോ. പക്ഷെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ സ്കിന്നിനും ഫേസിനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. സ്കിൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഗ്ലോ ആവാനും അതേപോലെ സ്കിന്നൊന്ന് സോഫ്റ്റും സ്മൂത്തൊക്കെ ആക്കി വയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്ന സാധനമാണ്. അങ്ങനെ ഫൈനലി ഞാൻ സ്മിട്ടനിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചു. നമുക്ക് എന്തായാലും ഇതെന്തോ വലിയ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിലെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിൽ ഇതേപോലൊരു പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. സ്കിൻ ബെനിഫിറ്റ്സ്, ഇതിൽ ആക്ച്വലി സ്കിൻ ബെനിഫിറ്റ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് റിങ്കിൾസും അതേപോലെ തന്നെ ഏജിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് പറയുന്നുണ്ട് ഇവർ. ആക്ച്വലി ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ ഇവരിത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങനൊരു പേജാണ്. അതിൽ പറയുന്നുണ്ട് ഇതിൽ ആക്ച്വലി ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും റിമൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് അടിപൊളിയായിരിക്കില്ലേ. ഇത് ഈ ഒരു പാക്കറ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത്രയും പാക്കറ്റിലാണ് വരുന്നത്. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കാട്ടിലിട്ട് വെച്ചിരിക്കുന്ന സാധനമായിരുന്നു. ഫോക്സ് ടെയിലിൻ്റെ തന്നെ ആപ്പ് എടുത്തിട്ട് അവരുടെ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീൻ ഇതെന്തായാലും ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാല്ലേ. ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി, ഭയങ്കര ഒരു സ്മൂത്ത് ടെക്സ്ചറുള്ള സാധനം, ഓയിലി സാധനം. നമുക്ക് ഒരു ചെറിയൊരു തണുപ്പുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. എനിക്കറിയാം 2 ലൈൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇപ്പം തന്നെ ഇട്ട് നോക്കുമ്പോൾ നല്ല ശരിക്കൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൊള്ളാം. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ടോണറാണ്. ടോണർ വന്നിട്ട് ഇതാണ് ടോണർ. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ അലോക്കോൻ്റെ ഫേസ് പവർ ഗ്ലോ ടോണറാണ്. ഇതിൽ മെയിനായിട്ട് ഗ്ലൈക്കോറിക് ആസിഡ് ആണ് കേട്ടോ വരുന്നത്. സ്കിൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഗ്ലോ ആക്കാനും ഹൈഡ്രേറ്റ് ഒക്കെ ആക്കാൻ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലൈക്കോറിക് ആസിഡ്. പിന്നെ വരുന്നത് വിച്ചസലും അതേപോലെ അലോ ലോട്ടസ് ആ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഒരു ടോണർ അത്യാവശ്യം എനിക്ക് സ്മിട്ടനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ടോണറൊക്കെ നന്നായിട്ട് വേർത്തിട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം ഇതല്ല എന്തും നമുക്ക് ആക്ച്വലി ഒരു ട്രയൽ ഓപ്ഷൻ എന്തായാലും നല്ലതല്ലേ. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രയൽ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കുന്നതല്ലേ കുറച്ചും കൂടെ കംഫർട്ടായിട്ടുണ്ടാവും. ബിക്കോസ് നമ്മളിപ്പോൾ കുറേ പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഒരു സാധനം വാങ്ങിച്ചു, നമുക്കത് സ്കിന്നിന് ഓക്കെ അല്ല എന്ന് കരുതിയാൽ ആക്ച്വലി നമ്മുടെ അത്രയും ക്യാഷ് പോയി, നമുക്ക് അത്രയും ടൈമും പോയി ക്യാഷും പോയി ഒക്കെ പോയി. ഇതാകുമ്പോൾ സീരിയസ്ലി ഭയങ്കര നല്ല ഓപ്ഷനല്ലേ. നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താലും മതി. നമുക്ക് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്നൊക്കെ അറിഞ്ഞിട്ട് യൂസ് ചെയ്ത് നോക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്മിട്ടനൊരു ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ടോണറും ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. ഞാൻ എന്തായാലും കാണിച്ചു തരാം
ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം സ്പ്രേ അടിക്കണ പോലെ വരുന്നുണ്ട്. എന്നിട്ട് അതുവരെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ കൺസിസ്റ്റൻസി ഉള്ള സ്മെല്ല് എനിക്കിഷ്ടമായില്ല. ഒരു പൊട്ട സ്മെല്ല് ഇഷ്ടമായില്ല, സ്മെല്ല് തീരെ ഇഷ്ടമായില്ല. പിന്നെ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ പിൽഗ്രിമിൻ്റെ സെറമാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വരുന്നത് ആൽഫ ആട്രിബ്യൂട്ടും വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സെറമാണ്. വൈറ്റമിൻ സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. സ്കിന്നെ നന്നായിട്ടൊന്ന് ഗ്ലോ ആക്കാൻ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വൈറ്റമിൻ സി. അത് മാത്രമല്ല ഫേസിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ഡോട്ട് മാർക്സ് ഉണ്ടല്ലോ, പിമ്പിൾസ് വന്നിട്ടുള്ള ഡോട്ട് മാർക്സ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൽ പിന്നെ മെയിനായിട്ട് ബ്ലൂബെറി ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതൊരു കൊറിയൻ ആണെന്നാണ് ഇവർ പറയുന്നത്. ഐ മീൻ കൊറിയൻ സാധനമാണ് എന്നൊക്കെ ഇതിൽ കൊറിയാന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്കറിയില്ല. ബേസിക്കലി കൊറിയൻസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും അത്യാവശ്യം സ്കിന്നിനൊക്കെ നന്നായിട്ടൊന്ന് ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു സെറം അല്ല. ഞാൻ പിൽഗ്രിമിൻ്റെ തന്നെ 2 സെറം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2 സെറം വാങ്ങിച്ചാലും എനിക്ക് തോന്നുന്നു ഞാൻ 2 വേറെ വേറെ സെറമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയത് 2 ഒരേ സെറം ആയിപ്പോയി. അതാണ് സംഭവം. ഞാൻ വിചാരിച്ചു 2 വേറെ വേറെ ആണെന്ന്, പക്ഷെ അല്ല. ഞാൻ 2 സെയിം സാധനമാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഞാൻ 2 വേറെ വേറെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ടോ, 2 ഞാൻ കോംബോ ആയിട്ടല്ല ഓർഡർ ചെയ്തത്. ഞാൻ വേറെ വേറെ ആയിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ 2 എനിക്ക് സെയിം പ്രോഡക്റ്റ്സ് തന്നെ കിട്ടി. എന്തായാലും ഒരു അവസ്ഥ നോക്കിക്കാൻ കോട്ടെ, സാരമില്ല. പിന്നെ ഈ സാധനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞോ ഇല്ല അല്ലേ? ഇത് ഭയങ്കര അടിപൊളി കേട്ടോ. ഇത് ആക്ച്വലി അനോറിൻ്റെ ലെം ക്രഷ് എന്ന് പറയുന്ന ലിപ് സ്ക്രബാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫേസിൽ കുറേ മേക്കപ്പും സാധനങ്ങളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്സ് വേണം. ഐ മീൻ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓക്കെ ആവാറുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നൊരു സാധനമാണ് ഇത്. ഞാൻ ഒന്നാമത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് അതിൻ്റെ യൂസ് ചെയ്ത് പകുതിയായിട്ട് ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. കഴിയാറായി. അതിലിനി ഒന്നുമില്ല, കുറച്ചെന്തോ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും സ്മിറ്റെന്ന് ആക്കിയപ്പോൾ വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ്. ഇതെനിക്ക് ഓക്കെയാണ്. ഇത് ഞാൻ ട്രയൽ ചെയ്തിട്ടില്ല. ഞാൻ ഷീറ്റ് മാസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പം ഞാൻ ചാർക്കോളിൻ്റെ കണ്ട സമയത്ത് ചാർക്കോളിൻ്റെ ഒന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഗ്രീൻ ടീയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രീൻ ടീയുടെ ഓർഡർ ആക്കാമെന്നാണ് വിചാരിച്ചിട്ട്, പക്ഷെ എനിക്കിത് ഓർഡർ ആക്കാൻ തോന്നി. അങ്ങനെ ഇത് ഓർഡർ ആക്കി. അപ്പോൾ ഇത്രയാണുള്ളൂ ഇന്നത്തെ ഒരു സ്മിട്ടൻ ഹോൾ വീഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും സാധനങ്ങളാണ് എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഇത് ഓരോന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അറൗണ്ട് ഒരു 6 to 7 പ്രോഡക്ട്സ് സ്മിറ്റെന്ന് കിട്ടി. അതും അറൗണ്ട് ഒരു 300 റുപ്പീസിനൊക്കെയാണ് കിട്ടിയത്. കൊള്ളാം. എനിക്ക് എപ്പോഴും സ്മിറ്റെന്ന് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.